ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ജപ്പാനിലെ ഷിൻകാൻസൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ പാത ഒരുക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ ബുള്ളറ്റ് ട്രെയിനായ B-28 2027 മാർച്ചോടെ പുറത്തിറങ്ങും. രാജ്യത്തിന്റെ അതിവേഗ റെയിൽ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ചരിത്രപരമായ ചുവടുവെപ്പാണിത്. ബംഗളൂരു റെയിൽ കോച്ച് കോംപ്ലക്സിൽ BEML വികസിപ്പിച്ച പദ്ധതി 2024 ഒക്ടോബറിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി കമ്മീഷൻ ചെയ്തു. 280 കിലോമീറ്റർ വേഗതയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും 250 കിലോമീറ്റർ പ്രവർത്തന വേഗതയുള്ളതുമായ 2 ട്രെയിൻ സെറ്റുകൾ നിർമ്മാണത്തിലാണെന്ന് റെയിൽവേ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ബുള്ളറ്റ് ട്രെയിൻ പാളത്തിലെത്തുന്നതിന് മുൻപ് വിപുലമായ പരിശോധനകളും പരീക്ഷണ സർവീസുകളും നടത്തും. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ചെയർകാർ രീതിയിലുള്ള കോച്ചുകളാണ് B-28 ഉണ്ടാവുക. യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം നൽകുന്നതിനായി ആവശ്യാനുസരണം തിരിക്കാവുന്നതും പുറകോട്ട് ചരിക്കാവുന്നതുമായ റൊട്ടേറ്റബിൾ സീറ്റുകൾ, യാത്രക്കാർക്ക് വിനോദത്തിനായി ഓൺബോർഡ് സ്ക്രീനുകൾ, ശാരീരിക പരിമിതികളുള്ള യാത്രക്കാർക്കായി പ്രത്യേക സൗകര്യങ്ങൾ, വൈഫൈ, GPS അധിഷ്ഠിത വിവരശേഖരണ സംവിധാനം തുടങ്ങിയവയും ഉണ്ടായിരിക്കും. 2027 ആദ്യപാദത്തിൽ പുറത്തിറങ്ങുന്ന ട്രെയിൻ വിപുലമായ സുരക്ഷാ പരിശോധനകൾക്കും ട്രയൽ റണ്ണുകൾക്കും ശേഷമായിരിക്കും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക. അതിവേഗ റെയിൽ ശൃംഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിലെ നിർണായക ചുവടുവെപ്പാണിത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ട്രെയിൻ ഓടുക. ഒരു ട്രെയിൻ സെറ്റിൽ 8 കോച്ചുകൾ ഉണ്ടായിരിക്കും. ഒരു കോച്ചിന് ഏകദേശം 27.86 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയിലെ 97 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൂററ്റ് വാപ്പി സ്ട്രെച്ചിലാണ് B-28 ആദ്യം പ്രവർത്തിപ്പിക്കുക. 2027 ഓഗസ്റ്റിൽ സർവീസുകൾ ആരംഭിക്കുമെന്ന സൂചനകളാണ് അധികൃതർ ആദ്യം നൽകിയിരുന്നത്. പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്ന ആധുനിക അതിവേഗ റെയിൽ കണക്ടിവിറ്റി സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ വിശാലമായ പദ്ധതിയിലെ നിർണായക ചുവടുവെപ്പായിട്ടാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ കാണുന്നത്. പദ്ധതിയുടെ ചെലവ് 866.87 കോടി രൂപയാണ്. ഓരോ B-28 ട്രെയിൻ സെറ്റിലും 8 ബോഗികൾ ഉൾപ്പെടും. B-28നെ ഇന്ത്യൻ റെയിൽ ഗതാഗതത്തിൽ സാങ്കേതിക പുരോഗതിയുടെ പ്രതീകമാക്കി മാറ്റുകയാണ്. B-28 ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിലൂടെ ഇറക്കുമതി ചെയ്ത റോളിംഗ് സ്റ്റോക്കിനെ ആശ്രയിക്കുന്നത് ഇന്ത്യ കുറയ്ക്കുകയും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനിടെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാളത്തിലെത്താനിരിക്കെ നിർദ്ദിഷ്ട 7 ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. 2026-2027 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യത്തുടനീളം 7 അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ 7 പദ്ധതികളുടെ നടത്തിപ്പിനുള്ള ഉത്തരവാദിത്തം നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെ ഏൽപ്പിച്ചുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യത്തുടനീളം പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികൾ ഇവയാണ്: മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബാംഗ്ലൂർ, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂർ, ഡൽഹി വാരണസി, വാരണസി സിലിഗുരി എന്നിവയാണ് നിർദ്ദിഷ്ട 7 ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ. ഇവയിൽ ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബാംഗ്ലൂർ ഇടനാഴികൾക്ക് മലയാളികൾക്ക് ഏറെ നേട്ടമാകും. മലയാളികൾ നിരവധിയുള്ള നഗരങ്ങളാണ് ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്. രാജ്യത്തെ ആദ്യത്തെ അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർമ്മാണം, അതായത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 2026-27 കേന്ദ്ര ബജറ്റിൽ പുതിയ 7 ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ച നടപടി കയ്യടി നേടുന്നതായിരുന്നു. മഹാരാഷ്ട്രയിലെ ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ കാരണം MAHSR പദ്ധതി വൈകിയെന്ന ആരോപണം ശക്തമാണ്. ഈ പദ്ധതി 2021 പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നുവെന്ന പല ഘടകങ്ങൾ പദ്ധതിയെ ബാധിച്ചുവെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഈ റെയിൽപാത അഹമ്മദാബാദിലെ സബർമതിയെ മുംബൈയുമായി ബന്ധിപ്പിക്കും. 2017 ആരംഭിച്ച ഈ പദ്ധതിക്ക് 2023 ഡിസംബർ വരെയായിരുന്നു ആദ്യത്തെ സമയപരിധി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപ്പാക്കൽ പ്രശ്നങ്ങൾ കാരണം സമയപരിധി പുനഃക്രമീകരിക്കേണ്ടി വന്നു. ഭാഗികമായി പ്രവർത്തനക്ഷമമാക്കുന്നതിനാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പണികൾ തുടരുന്നതിനിടയിലും ഇടനാഴിയുടെ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ സാധിക്കും. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ദൂരം 1 മണിക്കൂർ 58 മിനിറ്റിൽ ഓടിയെത്താനാണ് ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ സ്റ്റേഷനുകളുടെ എണ്ണം 4 നിന്നും 12 ആക്കി ഉയർത്താൻ തീരുമാനിച്ചതോടെ സഞ്ചാര സമയത്തിലും വർധനയുണ്ടായി. കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി സൂറത്തിൽ നിർമ്മാണത്തിലുള്ള ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.